പ്രിയ പ്രേക്ഷകരെ, ഞാനിന്നൊരു കാഴ്ചയാണ് പ്രേക്ഷകർക്ക് കാണിച്ചു തരാൻ പോകുന്നത്. കാരണം ഇതിൽ എൻ്റെ അടുത്ത് ഒന്ന് രണ്ട് പേര് പറഞ്ഞു ഇങ്ങനെ ഒരു സ്ഥലത്ത് ഒരു ചേന ഒരു കൃഷിക്കാരൻ്റെ വീട്ടിലുണ്ട്. ചേട്ടൻ ആ ചേന എന്ന് കാണും. ഞാൻ ചേനയ്ക്ക് എന്തോ അത്ര പ്രത്യേകത. എൻ്റെ ചേട്ടാ, ഇത് വലിയൊരു ചേന, മരം പോലത്തെ ഒരു ചേനയാണ്. അതൊന്ന് കാണണം, നിങ്ങൾ പോയി കാണണം, നിങ്ങൾ വാർത്തയെടുക്കണം പറഞ്ഞു. നമുക്കറിയാവുന്നൊരു സുഹൃത്തിൻ്റെയാണ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും നോക്കിക്കളയാം എന്നും പറഞ്ഞ് ഇവിടെ വന്നപ്പോഴാണ് ഇത് ചേനയാണോ ആനച്ചേനയാണോ എന്നറിയാൻ വയ്യ. ചേനയുടെ ഉയരം ഏകദേശം 10 അടി ഉയരമുണ്ട്. അത് ഒന്ന് കണ്ടിട്ട് വരാം. എന്തോ ചേട്ടാ സംഭവം? ഇത് ഒരു ചേന ഞാൻ 5 കിലോ ഉള്ള ഒരു ചേന മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന് വെച്ചതാണ്. ഏത് മാർക്കറ്റിൽ? മെയിനായിട്ട് ഉള്ള മാർക്കറ്റിൽ നിന്ന് തന്നെ. ഞാൻ ആദ്യം വിചാരിച്ചത് സാധാരണ ചേന പോലെയാണ് എന്ന് വിചാരിച്ചു നോക്കിയത്. പക്ഷേ പിന്നീട് ഞാൻ നോക്കുമ്പോൾ ഇത് ദിവസേന റാക്കറ്റ് പോകുന്ന പോലെ അങ്ങ് വളർന്നു പോവുകയാണ്. അത് ശരി, അങ്ങ് ഭയങ്കര ഉയരത്തിലങ്ങ് പോയിക്കൊണ്ടിരിക്കുക. ഉയരത്തിലേക്ക് ഞാൻ വിചാരിച്ചു ഇനി ഇത് ചേന തന്നെ ആണോ എന്നൊരു സംശയം വരെ എനിക്കുണ്ടായി ഇടയ്ക്ക്. പിന്നീട് നോക്കുമ്പോൾ ചേന തന്നെ സംഭവം. അങ്ങനെ ഇത് ചേനയാണെന്ന് എങ്ങനെ മനസ്സിലായി? ചേനയാന്ന് ഇല കണ്ടപ്പോൾ മേലോട്ട് കയറി ഇല വിരിഞ്ഞപ്പോൾ ചേന എന്നു മനസ്സിലായി. ഞാൻ ചോദിച്ചത് എത്ര ഉയരം വരും? ഇതൊരു 10 അടിക്ക് മേലെ വരും. ഓ, ശരിയാണ് കേട്ടോ. ഇത് ആകാശമരം. ഇത് ആളുകൾ വിചാരിക്കും ഇത് മരമായിരിക്കുമെന്ന്. നമ്മൾ ഇതൊരു ചെടിയായിട്ട് നമ്മൾ ചേന കണ്ടിട്ടുള്ളൂ അല്ലേ? ചെടിയായിട്ടാണ് ചേന കൂടി വന്ന ഒരു 2 അടി അല്ലെങ്കിൽ 3 അടി ഉയരം. അത്രയും കൂടുതൽ നമ്മൾ കണ്ടിട്ടില്ല. ഞാനും എൻ്റെ ജീവിതത്തിൽ അത്രയൊക്കെ കണ്ടിട്ടുള്ളൂ. ഇത്ര തീരെ പ്രതീക്ഷിച്ചില്ല. അത് കാരണം ഞാനിത് എന്താ വേണമെന്നുള്ളത് പിന്നെ കൂടാതെ പലരും ഇത് കാണാൻ വേണ്ടി ധാരാളം ആൾക്കാർ എൻ്റെ സുഹൃത്തുക്കൾ വരാറുണ്ട്. അവരൊക്കെ വിളിച്ച് പറഞ്ഞപ്പോൾ അല്ലേ? പലരും ഈ വിവരം പറഞ്ഞപ്പോൾ അതൊന്ന് കണ്ടേക്കാമെന്ന് വിചാരിച്ച് പലരും ഇങ്ങോട്ട് വരാറുമുണ്ട്. ചിലവരൊക്കെ ഫോട്ടോ എടുത്തിട്ട് പോയിട്ടുമുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇതിപ്പം ഇത്രയും വലുതായി, ഇത് നമ്മൾ എത്ര കിലോ പ്രതീക്ഷിക്കുന്നു ഇതിൻ്റെ ഈ രൂപം ഭാവമൊക്കെ കണ്ടിട്ട്? 18 കിലോ ഉദ്ദേശിക്കുന്നുണ്ട്. 18 കിലോ ഉദ്ദേശിക്കുന്നു. ചിലപ്പോൾ അതിൽ മേളിൽ വരാം. ഇതിന് വളമൊക്കെ ഇട്ട് വെട്ടിക്കൂട്ടിയോ? സാധാരണയുള്ള വളങ്ങളാണ്. എന്തൊക്കെ വളമാണ് ഉപയോഗിക്കുന്നത്? എന്തൊക്കെ വളം? ഇവിടുത്തെ വെജിറ്റബിൾ വേസ്റ്റ്, ചാരം, അല്പം ചാണകം. അത് ശരി, ജൈവവളങ്ങൾ മാത്രമേ ചേർത്തിട്ടുള്ളൂ. അത് ശരി. അപ്പോൾ ഈ കരിയിലൊക്കെ അല്ലേ? അങ്ങനെയൊക്കെയുള്ള ജൈവവളങ്ങൾ മാത്രമേ ഉപയോഗിച്ചു. കൃത്രിമമായിട്ടുള്ള ഒരു വേറെ ആർട്ടിഫിഷ്യൽ വളങ്ങൾ നമ്മൾ ഇംഗ്ലീഷ് വളങ്ങൾ മറ്റുള്ള വളങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഫാക്ടമോസ് ഒന്നും ഇട്ടിട്ടില്ല. അപ്പോൾ ജൈവവളം ഇട്ട് മാത്രം പിടിപ്പിച്ച ഒരു ചേനയാണ്. ഞാൻ ചെയ്യുന്ന കൃഷികളിൽ ജൈവവളമാണ് ഉപയോഗിക്കുന്നത് കൂടുതൽ. പിന്നെ കൃത്രിമ വളങ്ങൾ അപൂർവമായിട്ട് വാഴയ്ക്കോ വല്ലത്തിനും. അപ്പോൾ ബാക്കി എന്തൊക്കെ കൃഷികളുണ്ട് ഇവിടെ? കുരുമുളക് അല്ലേ? കുരുമുളകുണ്ട്, വാഴയുണ്ട്, പിന്നെ ഒരു ഇത് വെച്ചിട്ടുണ്ട്, പ്ലാവ് അല്ലേ, ഒരു പപ്പായ മരം, ആത്തിക്ക. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നിങ്ങളൊരു സമ്പൂർണ്ണ ഒരു കർഷകൻ തന്നെ. ഇത് എന്തായാലും ഇത് വലിയൊരു അത്ഭുതം തന്നെ. ഇത് പണ്ടുള്ളവർ നമ്മൾ കൊച്ചിലെ പഠിച്ചിട്ടുണ്ട്, ഇത് ആനച്ചേനാന്ന് പറഞ്ഞു കേട്ടിട്ടുള്ളൂ. ഇത് എന്തായാലും ഇത് വിളഞ്ഞു വരുമ്പോൾ ഒരു ആനച്ചേന തന്നെ കിട്ടട്ടെ ചേട്ടന്. അത് കാരണം ഇത് കഴിക്കണമെന്ന് തന്നെ സംശയത്തിലാണ്. അതെന്ത്? അതെ, ഇത് കണ്ട് അല്ലേ എൻ്റെ ഭംഗി ആസ്വദിക്കാൻ. അല്ല, ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ചേനപ്പോൾ കിളിർച്ചല്ലേ ഉള്ളൂ. ഇനിയിപ്പോൾ ഒരു കിളിർത്ത് വരുന്നല്ലേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഒരു അടുത്ത ഒരു ഓണത്തിന് കഴിഞ്ഞിട്ടത് അല്ല, വൃശ്ചികമാസമല്ല സാധാരണ എടുക്കുന്നത്. ചിലർ ഓണത്തിന് എടുക്കും. അപ്പം എന്തായാലും അന്നൊക്കെ വിളഞ്ഞ് നല്ല രീതിയിൽ വരട്ടെ.